MT വാസുദേവൻ നായർ തിരക്കഥ എഴുതി നിർമ്മിച്ച് സംവിധാനം ചെയ്ത ചിത്രമാണ് 1973 പുറത്തിറങ്ങിയ നിർമാല്യം. MTയുടെ കാൽച്ചിലമ്പും പള്ളിവാളും എന്ന കഥയുടെ ചലച്ചിത്രാവിഷ്കാരമാണ് നിർമാല്യം. വിശ്വാസങ്ങൾക്കും ഭക്തിക്കും അപ്പുറമാണ് പച്ച മനുഷ്യരും അവരുടെ വികാര വിചാരങ്ങളുമെന്ന് മലയാളി തിരിച്ചറിയുകയായിരുന്നു നിർമാല്യത്തിലൂടെ. ക്ഷയിച്ച് നാമാവശേഷമായ ക്ഷേത്രം, അതിനെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന കുറേ മനുഷ്യർ. ഈ കഥാപശ്ചാത്തലത്തിന് യോജിച്ച ഒരു സ്ഥലമായി MT കണ്ടെത്തിയത് മലപ്പുറം ജില്ലയിലെ ചങ്ങരംകുളത്തിനടുത്തുള്ള മൂക്കുതല ഗ്രാമമായിരുന്നു. കാവും കുളവും കുന്നുമൊക്കെയുള്ള ഒരു നാടൻ ഗ്രാമം. ശങ്കരാചാര്യർ പ്രതിഷ്ഠിച്ച ഐതിഹ്യപ്രധാനമായ ക്ഷേത്രങ്ങളാണ് മൂക്കുതല കാവുകൾ. കണ്ണേക്കാവ്, മേലേക്കാവ്, കീഴേക്കാവ് എന്നീ 3 ക്ഷേത്രങ്ങളിലേക്ക് വഴിപിരിഞ്ഞു പോകുന്ന മുക്കവലയാണ് ഇന്ന് മുക്കോല എന്നറിയപ്പെടുന്നത്. ഇതിൽ കീഴേക്കാവും പരിസരവുമായിരുന്നു പ്രധാന ലൊക്കേഷൻ. ക്ഷേത്രങ്ങളിൽ കഴിഞ്ഞ ദിവസം ദേവന് സമർപ്പിച്ച പുഷ്പങ്ങളുടെ അവശിഷ്ടങ്ങളാണ് നിർമാല്യം. ഒരു ദിവസം ദേവനുമായി ബന്ധപ്പെട്ട് വാഴ്ത്തപ്പെട്ട പുഷ്പങ്ങൾ അടുത്ത ദിവസം ഉപേക്ഷിക്കപ്പെടുന്നു. ചിത്രത്തിലെ ജീവിതത്തിൻ്റെ ഒരു രൂപകമാണ് തലക്കെട്ട്. മലയാളത്തിൽ അന്നേ വരെ കണ്ടിട്ടില്ലാത്തതായിരുന്നു PJ ആൻ്റണിയുടെ വെളിച്ചപ്പാട്. വിശപ്പാണ് വലുതെന്ന് പറയുന്ന, അല്ലെങ്കിൽ വിശപ്പിനേക്കാൾ വലുത് ഈ ലോകത്ത് എന്തുണ്ടെന്ന് ചോദിച്ചു കൊണ്ടേയിരിക്കുന്ന ഒരു ചിത്രമാണ് നിർമാല്യം. അതുകൊണ്ടാണ് പുറത്തിറങ്ങി അരനൂറ്റാണ്ടു കഴിഞ്ഞിട്ടും ഈ ചിത്രം പ്രസക്തമാകുന്നത്. PJ ആൻ്റണിയും രവി മേനോനും സുകുമാരനും കവിയൂർ പൊന്നമ്മയും സുജാതയുമൊക്കെ ഷൂട്ടിങ്ങിനെത്തിയപ്പോൾ നാടിന് ഉത്സവമായിരുന്നു. നാട്ടുകാർ സിനിമയുടെ എല്ലാ കാര്യത്തിനും മുന്നിലായിരുന്നു. ചിലർ സിനിമാക്കാർക്ക് താമസിക്കാൻ വീട്ടിലിടം നൽകി. ചിലർക്കെങ്കിലും ചെറിയ വേഷം ഒത്തുകിട്ടി. ഒറ്റ സീൻ പോലും സെറ്റിടാതെയാണ് ഷൂട്ടിംഗ് പൂർത്തിയാക്കിയത്. വെളിച്ചപ്പാടിൻ്റെ പത്നി നാരായണി നിസ്സഹായയായ എന്നാൽ അർപ്പണബോധമുള്ള ഒരു ഗൃഹനാഥയാണ്. തൻ്റെ കുടുംബത്തെ പട്ടിണിയിൽ നിന്നും രക്ഷിക്കാൻ അവർ തൻ്റെ പുണ്യം നഷ്ടപ്പെടുത്തുന്നു. വെളിച്ചപ്പാട് നാരായണിയിൽ വഞ്ചന ആരോപിച്ചപ്പോൾ തൻ്റെ കുട്ടികൾ പട്ടിണി കിടക്കുമ്പോൾ ഒരു ദേവിയും തനിക്ക് അരി കൊണ്ടുവന്ന് തന്നില്ലെന്ന് അവൾ രോക്ഷാകുലയായി തിരിച്ചടിച്ചു. അവളുടെ ഈ പ്രസ്താവനയിൽ വെളിച്ചപ്പാട് തകരുന്നു. ഒരു ജീവിതകാലം മുഴുവനും സമർപ്പണം നടത്തിയിട്ടും തനിക്ക് ദാരുണമായ ഒരു വിധി അവശേഷിപ്പിച്ച ശക്തിയോട് അയാൾക്ക് അറപ്പും വെറുപ്പും തോന്നുന്നു. ചെണ്ടമേളം കൊട്ടിക്കയറുമ്പോൾ ഉറഞ്ഞു തുള്ളുന്ന വെളിച്ചപ്പാട് വാളുകൊണ്ട് നെറുകയിൽ സ്വയം വെട്ടുന്നു. വാർന്നൊഴുകുന്ന ചോരയുമായി താൻ ആരാധിക്കുന്ന ദേവിയുടെ അരികിലേക്ക് ഓടുന്നു. ശ്രീകോവിലിൽ ഭഗവതിയുടെ മുഖത്തേക്ക് സർവശക്തിയുമെടുത്ത് അയാൾ തുപ്പുന്നു. പിന്നെ സ്വയം വെട്ടിമരിക്കുന്നു. ഇതായിരുന്നല്ലോ ക്ലൈമാക്സ്. ഹിന്ദു ദൈവത്തിൻ്റെ മുഖത്ത് ക്രിസ്ത്യാനി കാർക്കിച്ചു തുപ്പിയാലുണ്ടാകുന്ന കോലാഹലം MTക്ക് ആശങ്കയുണ്ടായിരുന്നു. എന്നാൽ സിനിമ ഇറങ്ങിയപ്പോൾ ഒരു പ്രതിഷേധവും മൂക്കുതലയിൽ ഉണ്ടായില്ല എന്ന് മാത്രമല്ല, MT എന്ന എഴുത്തുകാരനും സിനിമാക്കാരനും നാട്ടുകാർക്ക് കൂടുതൽ പ്രിയപ്പെട്ടവനായി മാറി. ഇക്കാലത്തായിരുന്നെങ്കിൽ നിർമാല്യം ഒരിക്കലും സംഭവിക്കില്ലായിരുന്നുവെന്നാണ് സിനിമയുടെ 50ാം വാർഷിക വേളയിൽ MT പ്രതികരിച്ചത്. കാലം ഒരുക്കി തന്ന അനുകൂല സാഹചര്യം ഉപയോഗപ്പെടുത്തുകയാണ് ഞാൻ ചെയ്തത്. അതിന് മൂക്കുതല ഗ്രാമത്തോടും അന്നാട്ടുകാരോടും കടപ്പെട്ടിരിക്കുന്നു എന്ന് MT പലപ്പോഴും പറഞ്ഞു. PJ ആൻ്റണിയുടെ വെളിച്ചപ്പാട് കാലാതീതമായി വാഴ്ത്തപ്പെടുന്നു. അന്ന് ക്ഷയിച്ച നിത്യപൂജയ്ക്ക് പോലും വഴിയില്ലാതെ കിടന്നിരുന്ന കീഴേക്കാവ് ഇന്ന് അങ്ങനെയല്ല. ദക്ഷിണ മൂകാംബിക എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ ക്ഷേത്രം ഇന്ന് വളരെ മാറിയിരിക്കുന്നു.